വിശുദ്ധ കുർബാന അർപ്പണത്തിലെ ഏകീകൃത രീതി ഏറ്റവും വലിയ തർക്ക വിഷയം ആയതിനെ പറ്റിയുള്ള ബിഷപ്പ് മാർ ജോസ് പോരുന്നേടത്തിന്റെ ലേഖനത്തിലെ ഭാഗങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. കൊറോണ വൈറസ് വ്യാപകമായ സമയത്ത് സർക്കാർ നടപ്പിലാക്കിയ അടച്ചിടൽ മൂലം പള്ളികളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കൽ തടസ്സമുണ്ടായിരുന്നതുകൊണ്ട് മിക്ക രൂപതകളിൽ നിന്നും ഇടവകകളിൽ നിന്നും ഓൺലൈനായി വിശുദ്ധ കുർബാന അർപ്പണം നടത്തുകയുണ്ടായി. അപ്പോഴാണ് ഓരോ രൂപതയിലും നിലവിലുള്ള വ്യത്യാസങ്ങളും അതുവഴി ഉണ്ടാകുന്ന ഉതപ്പിന്റെ ആഴവും പരപ്പും ദുരന്ത ഫലങ്ങളും ഒക്കെ മാർപ്പാപ്പ ഉൾപ്പെടെയുള്ളവരുടെ സജീവ ശ്രദ്ധയിൽപ്പെടുന്നത്. വിശ്വാസി സമൂഹത്തിൽ നിന്ന് പലരും ഇത് സംബന്ധമായി മാർപ്പാപ്പയ്ക്ക് പരാതികൾ അയക്കുകയും എത്രയും വേഗം ഏകീകൃത രീതി എല്ലായിടത്തും നടപ്പിലാക്കാൻ സീറോ മലബാർ മെത്രാന്മാരോട് ആവശ്യപ്പെടണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് നമ്മുടെ സഭയിൽ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ 1999 സിനഡ് എത്തിച്ചേർന്ന ധാരണ എത്രയും വേഗം നടപ്പിലാക്കണമെന്ന് ഒരു അസാധാരണ കത്തുവഴി പരിശുദ്ധ പിതാവ് സഭാംഗങ്ങളോട് ആവശ്യപ്പെട്ടത്. പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയത്തിന്റെ പ്രിഫെക്ട് കർദിനാൾ ലിയോനാർഡോ സാന്ദ്രി ഈ വിഷയം സംബന്ധമായ മേജർ ആർച്ച് ബിഷപ്പിന് അയച്ച കത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഇക്കാര്യത്തിലുള്ള ആശങ്കകളിൽ ഏറ്റവും ആദ്യത്തേത് വിശുദ്ധ കുർബാന അർപ്പണത്തിലെ വിവിധ നിമിഷങ്ങളിലെ ദിശയെ സംബന്ധിച്ചാണ്. വളരെ കാലമായി നിലനിൽക്കുന്നതും അതീവ ഗൗരവമുള്ളതുമായ ഈ വിഭാഗീയത കോവിഡ് മഹാമാരിയുടെ കാലത്ത് നടന്ന ടെലിവിഷൻ സംപ്രേഷണങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയുമുള്ള തത്സമയ സ്ട്രീമിങ്ങിലൂടെയും കൂടുതൽ രൂക്ഷമായി. ഈ സാഹചര്യം സംശയാതീതമായ അനുഷ്ഠാന വിധികൾ പ്രാബല്യത്തിലാകുന്നത് ആവശ്യപ്പെടുന്നു. അതോടൊപ്പം അവയുടെ വിശ്വസ്തവും കൃത്യവുമായ അനുഷ്ഠാനവും ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം ഓരോ മെത്രാനും ഏറ്റെടുക്കണം. 1999 സിനഡിന്റെ ആധികാരികമായ തീരുമാനം അംഗീകരിച്ച് അറിയിച്ചുകൊണ്ട് നൽകിയ സൂചനകളുടെ അടിസ്ഥാനത്തിലാകണം അതെന്ന് ഈ കാര്യാലയം ചൂണ്ടിക്കാണിച്ചിരുന്നു. പുതിയ ആരാധനാക്രമ പുസ്തകത്തിന്റെ വ്യക്തമായ രീതിയിൽ അനുഷ്ഠാന വിധികൾക്ക് നിർദ്ദേശങ്ങൾ ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ ഊന്നി പറയുകയാണ്. എന്നാൽ മാത്രം പോരാ, പ്രത്യുത സിനഡിന്റെ ഭാഗത്തു നിന്ന് സംയോജിതമായും മെത്രാന്മാരുടെ ഭാഗത്തു നിന്ന് വ്യക്തിപരമായുമുള്ള ഒരു പ്രതിബദ്ധതയും ഉണ്ടാകണം. പരിശുദ്ധ പിതാവിന്റെ നിർദ്ദേശം നടപ്പിലാക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ച സിനഡ് അംഗങ്ങളുടെ വികാരങ്ങൾ ഇതിൽ മാനിച്ചില്ല എന്നും മറ്റുമുള്ള വാദഗതികൾ ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അസാധുവാക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കാൻ കഴിയും. കാനോന സംഹിത പറയുന്നത് പോലെ ഒരു പ്രത്യേക കാര്യത്തിൽ ആത്മീയ നന്മ ലക്ഷ്യം വെച്ച് മാത്രം ഇളവുകൾ കൊടുക്കേണ്ടതാണ്. പൊതു നിയമങ്ങൾക്ക് വിരുദ്ധമായി നിയമാനുസൃതം അധികാരപ്പെടുത്തുവാൻ പറ്റാത്ത ഏതെങ്കിലും കാര്യത്തിൽ കൊടുക്കുന്ന ഒരു പൊതു അനുവാദം പോലെ അത് കാണപ്പെടരുത് എന്നത് അതിന്റെ പ്രകൃതിയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതിനാൽ കൃത്യമായി നിർവചിക്കപ്പെട്ട സമയത്തേക്കും പ്രത്യേക കാരണങ്ങൾ മൂലവും മാത്രമേ മെത്രാന്മാർ അത്തരം ഇളവുകൾ ഉപയോഗിക്കാവൂ. ഇതുവരെ പറഞ്ഞതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് ഇത്തവണ പരിശുദ്ധ പിതാവും പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയവും തന്ന നിർദ്ദേശങ്ങളിൽ ഇളവ് കൊടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് പിതാവിന്റെ ലേഖനം അവസാനിക്കുന്നത്.